മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയാണ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നോക്കാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം, പോസിറ്റീവായിട്ടിരിക്കാം. അവരുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് 3 of Wands-ൻ്റെ എനർജിയാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ തയ്യാറെടുത്ത് കഴിഞ്ഞ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഈ വ്യക്തി എബ്രോഡുള്ള വ്യക്തിയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആൾ എബ്രോഡാണ്, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ഉണ്ട് നിങ്ങളുമായിട്ട് ഈ വ്യക്തിക്ക്. അത് കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ. ആൾ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ആൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരി, ഈ ഒരു ടൈമിൽ ആൾ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് ആൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ കണക്ഷൻ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി ഈ ഒരു സമയത്ത് ആൾ ഒരു എന്താ പറയുക, മനസ്സുകൊണ്ട് ആൾ ഒരുപാട് അതിൽ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്, കഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരേണ്ട ഒരു ആഗ്രഹത്തോടെയാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയത്ത് എന്തൊക്കെ അവരുടെ ചുറ്റിലുണ്ടെന്ന് പറഞ്ഞാലും, എന്ത് തേർഡ് പാർട്ടിയോ ഇനി എന്ത് പ്രശ്നമോ അവർക്കുണ്ടെങ്കിലും ആൾ നിങ്ങളെയാണ് ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ ആൾ ഓർക്കുന്നത്, ആൾ ചിന്തിക്കുന്നതും ഓർക്കുന്നതും ഒക്കെ നിങ്ങളെ തന്നെയാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് പേരുടെ വ്യക്തികളൊക്കെ ഇപ്പോൾ അവരുടെ കറണ്ട് എനർജിയിൽ, കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ്. ജോലിയിലൊക്കെ കുറച്ചൊരു സക്സസ്സിലേക്ക് വരുന്നൊരു സമയമാണ്. അതിലൊന്നും ഫോക്കസ് കൊടുക്കാൻ പറ്റുന്നില്ല പക്ഷേ ഈ വ്യക്തിക്ക് കേട്ടോ. നിങ്ങളുടെ വ്യക്തിക്ക് അതിലൊന്നും ഫോക്കസ് കൊടുക്കാതെ നിങ്ങളെ തന്നെയാണ് സദാസമയം ആൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് കുറച്ച് പേർക്ക് അത് അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് അവരെ എന്തൊക്കെയോ കാരണങ്ങൾ അവരെ ഏതൊക്കെയോ വ്യക്തികൾ ആളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണെങ്കിലും ആൾ ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ജോലി സ്ഥലത്ത് ആളെ ആരൊക്കെയോ കൺട്രോൾ ചെയ്യുന്നുണ്ടാവാം. അവിടെ എന്താ പറയുക, ജോലിയിൽ ഏർപ്പെടുന്ന ജോലി സ്ഥലത്ത് അങ്ങനെ ഒരു കൺട്രോളിങ് എനർജി കാണുന്നുണ്ട്. അല്ലെങ്കിൽ വേറൊരു വ്യക്തി തന്നെ ആയിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ എന്തൊക്കെയോ കാരണങ്ങളാണ് ആളെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിർത്തുന്നത്. പക്ഷേ ആളുടെ മനസ്സിലൊരു തീരുമാനം ആൾ എടുത്തുറപ്പിച്ചിട്ടുണ്ട്, ആൾക്ക് നിങ്ങളിലേക്ക് വരണം. ആ ഒരു അതിശക്തമായ ആ ഒരു മനസ്സുമായിട്ടാണ് ആൾ നിൽക്കുന്നത് ഈ ഒരു സമയത്ത്. പിന്നെ എന്തൊക്കെ ഉണ്ടെങ്കിലും കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്ന ആളെ ഇങ്ങനെ കെട്ടിയിട്ടൊരു അവസ്ഥയാണ് ആൾക്കുള്ളത്. ഇപ്പോഴത്തെ അവരുടെ എനർജിയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം കെട്ടിയിട്ടൊരു അവസ്ഥ. അതിപ്പോൾ ജോലി സ്ഥലത്താവാം, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയാകാം, അല്ലെങ്കിൽ ഫാമിലി സംബന്ധമായ കാര്യത്തിലാകാം. എങ്ങനെയായാലും നിങ്ങളുടെ വ്യക്തി ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ആളിപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. അത്രത്തോളം ഈ ഒരു സമയത്ത് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി, അത്രത്തോളം സ്നേഹമാണ് ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ എല്ലാം ത്യജിക്കാൻ തയ്യാറാണ് ഈ ഒരു സമയത്തെന്നാണ് കാണാൻ സാധിക്കുന്നത്. തന്ത്രപരമായിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു നീക്കം നടത്താൻ ശ്രമിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവരൊരു നീക്കം അവർ ചിന്തിക്കുകയാണ് എങ്ങനെയാണ് ഇനി നിങ്ങളിലേക്ക് എത്താൻ പറ്റുക എന്നൊക്കെയുള്ള ഒരു തന്ത്രപരമായിട്ടാണ് ആളിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യവും നിങ്ങൾ പോലും അറിയാണ്ട് ഓരോ കാര്യവും പ്ലാൻ കണ്ടെത്തുന്നുണ്ട്. ആൾ പ്ലാൻ തയ്യാറാക്കി വെക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ ഉള്ളപ്പോൾ തന്നെ ഈ വ്യക്തി പല തവണ നിങ്ങളിൽ നിന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പല തവണ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയ വ്യക്തിയാണ്, അല്ലെങ്കിൽ സൈലൻ്റായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. അതാൾ ഭയങ്കരമായിട്ടും ചിന്തിപ്പിക്കുന്നുണ്ട്. അത് കൂടുതലും ആൾ അതിൽ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ
പലതവണ നിങ്ങളെ എന്തൊക്കെയോ രീതിയിൽ ആൾ ചീറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ഒരു ക്ലാരിറ്റി തരാതെ നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയതായിട്ട്, അല്ലെങ്കിൽ സൈലൻ്റായിട്ട് ഇറങ്ങിപ്പോയതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് മുറിവുകൾ ഉണ്ടാക്കിയിട്ട് പോയതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയോ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ വ്യക്തി ഇപ്പോൾ ഓർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ആക്ഷൻ എടുക്കാൻ തന്നെയാണ് അവരുടെ നിശ്ചയം. പക്ഷെ അവരെ പിന്നിൽ ഞാൻ പറഞ്ഞില്ലേ, പിന്നിൽ എന്തൊക്കെയോ സാഹചര്യങ്ങൾ ആളെ വലിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ആൾക്കത് നിങ്ങളില്ലാത്തത് ആളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാരപ്പെട്ടൊരു അവസ്ഥയിൽ കൂടിയാണ് ആൾ പോകുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ഭാരം എന്ന് പറയുന്നത് ആ വ്യക്തിയെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഏതോ ഒരു വ്യക്തിയാണ് ആൾക്ക്. ഒരു ഫെമിനൻ എനർജിയാണ് ആളെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ജോലി സ്ഥലത്തായാലും ആളുടെ കൂടെ നിൽക്കുന്ന ഒരു ഫെമിനൻ എനർജി ആയിട്ടാണ് കാണുന്നത്, ഒരു സ്ത്രീ ആയിട്ടാണ് കാണുന്നത്. അതേപോലെ ചില ആൾക്കാർക്ക് ഫാമിലിയിലായിരിക്കാം ഈ ഒരു കൺട്രോളിങ് എനർജി, ചിലവർക്ക് ഇതൊരു വ്യക്തി തന്നെ ആയിരിക്കാം. പക്ഷെ ഒരു സ്ത്രീ ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതാണ് ആളുടെ ഒരു ഭാരം എന്ന് പറയുന്നത്. പക്ഷെ ആൾക്ക് എങ്ങനെയെങ്കിലും അത് നമുക്ക് കാണാം. ആ 8 ഓഫ് ഷോട്ട്സിൻ്റെ താഴെ വന്നിരിക്കുന്നതാണ് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി. ആൾക്ക് അതിൽ നിന്ന് പൊട്ടിച്ച് നിങ്ങളിലേക്ക് വരണം. ആ ഒരു കെട്ട് പൊട്ടിച്ച് നിങ്ങളിലേക്ക് വരാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അത്രത്തോളം ആളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആൾക്ക് നിങ്ങളുടെ അടുത്താണ് സ്നേഹമുള്ളതെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. അത്രത്തോളം നിങ്ങളെ ആളിപ്പോൾ വെയിറ്റ് ചെയ്യാണ്. ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ ഇത് ചില സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിട്ട് കാണുന്നുണ്ട്. അത്രത്തോളം ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലൊക്കെ പോയതായിരിക്കാം. എന്തു പറയാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചേസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ ചേസ് ചെയ്യുന്നുണ്ട്. അതേ സമയം നിങ്ങൾ ഈ വ്യക്തിൻ്റെ പിറകെ പോകുന്ന സമയത്ത് ആളിങ്ങനെ നിങ്ങളിൽ നിന്നും വിട്ടു പോകുന്ന പോലെ നിങ്ങൾക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ എത്രത്തോളം അങ്ങോട്ട് പോകുന്നോ അത്രത്തോളം ആൾ നിങ്ങൾക്കൊരു പരിഗണന തരാതെ പോകുന്നുണ്ടാവാം. എന്നാൽ നിങ്ങൾ ഈ വ്യക്തി ഇല്ലെങ്കിലും ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള ഒരു സ്ഥിതിയിൽ ആൾ നിങ്ങളെ ചേസ് ചെയ്തിട്ട് വരുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. ഈ ഒരു കണക്ഷൻ അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും ശരി, ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനാണ് ആളിപ്പോൾ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ കിട്ടിയ കാർഡ് അത് തന്നെയാണ്. ആൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. എബ്രോഡുള്ള വ്യക്തിയാണ്. നിങ്ങളുമായിട്ട് കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ഉള്ള വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എങ്ങനെയായാലും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ വരും എന്നുള്ള ഒരു മെസ്സേജും നമുക്ക് അവസാന കാർഡിൽ നിന്നും നമുക്ക് മനസ്സിലായി. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരൊരു ട്രാപ്പിനകത്ത് പെടുത്തിയത് ഏതോ ഒരു വ്യക്തിയുടെ എനർജിയാണ്, ഒരു ഫെമിനൻ എനർജിയാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തിയിൽ നിന്നാണ് ആളിപ്പോൾ അതിനെ പൊട്ടിച്ചെറിഞ്ഞിട്ടാണ് നിങ്ങളിലേക്ക് വരാൻ ആൾ നോക്കുന്നത് കേട്ടോ. എങ്ങനെയായാലും ശരി, ആ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നുള്ളത് ആ ഒരു മെസ്സേജാണ് നമുക്ക് അവസാന നിമിഷം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ഗവൺമെൻറ് ജോലിയുള്ളവരായിരിക്കാം. റിയൂണിയൻ ഉണ്ടാകും എന്ന് കാണുന്നുണ്ട് ഇതിൽ. പൂയം നക്ഷത്രം, കൊല്ലം, തൃക്കേട്ട, പൂരുരുട്ടാതി, നവംബർ മാസം, ഫെബ്രുവരി. ലെറ്റർ കെ ആണ്. ഡ്രൈവർ ക്യൂ എന്ന് എഴുതിയിട്ടുണ്ട്. ലെറ്റർ ക്യൂ. ജനുവരി. പർപ്പിൾ കളർ. ഉത്രം നക്ഷത്രം, ഉണർത്തം 29, പത്തനംതിട്ട. സോഷ്യൽ വർക്കറായിരിക്കാം. ലെറ്റർ എം ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെയാണ് നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്